എൻ്റെ സ്റ്റഡി ചാനലായ എജു ഹിന്ദി സ്പോട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിന്ദി സ്വരാക്ഷരങ്ങളിലെ ആ മുതൽ ഇറു വരെയുള്ള ലെറ്റേഴ്സാണ് പഠിച്ചത്. അത് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ എ മുതൽ അം വരെയുള്ള ഹിന്ദി ലെറ്റേഴ്സാണ് പഠിക്കുന്നത്. അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നാലോ? അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു മലയാള സ്വരാക്ഷരങ്ങൾക്ക് 15 ലെറ്റേഴ്സും എന്നാൽ ഹിന്ദി സ്വരാക്ഷരങ്ങൾക്ക് 13 ലെറ്റേഴ്സുമാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് നമ്മൾ പഠിക്കുന്നതിൻ്റെ അകത്താണ് ആ 2 ലെറ്റേഴ്സ് കുറവായിട്ട് വരുന്നത്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എ ഐ എന്ന് പറയുകയല്ലേ, അത് ഹിന്ദിയിലേക്ക് വരുമ്പോൾ എക്ക് സെപ്പറേറ്റ് ഒരു ലെറ്ററും ഐ എന്ന 2 ലെറ്റേഴ്സിന് ഒരു ലെറ്ററുമാണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? എ എന്ന സ്വരാക്ഷരത്തിനും ഐ എന്ന സ്വരാക്ഷരവും കൂടി ഹിന്ദിയിൽ എഴുതുമ്പോൾ ഒറ്റ ലെറ്ററേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓ എന്ന സ്വരാക്ഷരവും കൂടി ഹിന്ദിയിൽ വരുമ്പോൾ ഒറ്റ ലെറ്ററേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് നമുക്ക് എഴുതി വരുമ്പോൾ കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ലെറ്റർ ഏതാണ്? നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിന്റെ ബാലൻസ് ആദ്യത്തെ ലെറ്റർ ഏതാണ്? എ ആണല്ലേ. അപ്പൊ അത് ആദ്യം മലയാളത്തിലെ എ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. അതെല്ലാവർക്കും അറിയാലോ. മലയാളത്തിലെ എ എഴുതുന്നത് എങ്ങനെയാണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം. ഇതാണ് മലയാളത്തിലെ എ. ഇത് നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഹിന്ദിയിൽ എഴുതുമ്പോൾ ആദ്യം ഒരു 1 എഴുതുക. എല്ലാവരും കണ്ടോ? ആദ്യം ഒരു 1 എഴുതുക. ആ 1ന്റെ അടിയിലോട്ട് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? അതിനുശേഷം ഒരു ചെറിയ 1 കൂടെ അതിൻ്റെ കൂട്ടത്തിൽ എഴുതുക. പിന്നെ ഹിന്ദി ലെറ്ററായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മേളിലൊരു വര ഇടുക. എല്ലാവർക്കും പിടികിട്ടിയോ? ഒന്നുകൂടെ നോക്കാം. ഒരു 1 എഴുതുക, ആ 1ന്റെ ഇങ്ങോട്ട് വരയ്ക്കുക, എന്നിട്ട് ഒരു ചെറിയ 1 കൂടെ എഴുതുക, മേളിൽ വരയ്ക്കുക. ഇതാണ് എ. എല്ലാവർക്കും പിടികിട്ടില്ലേ? ഇനി അടുത്ത ലെറ്റർ ആണ്. ഏതാണ്? എ. മലയാളത്തില് നമുക്ക് ഏതാണ് അടുത്ത ലെറ്റർ? എ. അടുത്ത ലെറ്റർ ഏതാണ്? ഐ. ഐ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഹിന്ദി ലെറ്ററിന് എയ്ക്കും ഐക്കൂടെ കൂടി ഒറ്റ ലെറ്ററേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എയ്ക്കും ഐക്കൂടെ കൂടിയുള്ള ലെറ്റർ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ എ പഠിച്ച പോലെ തന്നെ എ എഴുതുക. ഒരു 1 എഴുതി ഇങ്ങോട്ട് വരച്ചു, ഒരു ചെറിയ 1 കൂടി എഴുതി ഹിന്ദി ലെറ്റർ ആയിട്ട് നമ്മൾ മേള് വരച്ചു. ഇതിപ്പോ എന്തായി? എ. നമ്മളിത് എ അല്ലെങ്കിൽ ഐ ആക്കണേ എന്തുകൂടെ ചെയ്യണം? മേളിൽ നമ്മൾ ഒരു വരയും കൂടി ഇട്ട് കൊടുക്കുക. മുകളിൽ നമ്മൾ ഒരു വരയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ ഇതെന്തായി? ഐ ആയി. എല്ലാവർക്കും മനസ്സിലായോ? എ അല്ലെങ്കിൽ ഐ എഴുതാൻ വേണ്ടി എ എഴുതി കഴിഞ്ഞാൽ മുകളിൽ ഒരു വരയും കൂടി ഇടുക. അത് നോക്കിയേ, ഒരു 1 എഴുതി ഇങ്ങോട്ടൊരു വര ഇട്ടു, ഒരു ചെറിയ 1 കൂടെ എഴുതി, എന്നിട്ട് എന്ത് ചെയ്യണം? ഹിന്ദി ലെറ്ററാണ് മേളിൽ വരച്ചു. ഐ ആക്കാൻ എ അല്ലെങ്കിൽ ഐ ആക്കാൻ വേണ്ടി മുകളിലൊരു വരയും കൂടി ഇട്ടു. ഇതാണ് ഐ. എ അല്ലെങ്കിൽ ഐ. ഓക്കെ. ഇനി അടുത്ത ലെറ്റർ ഏതാണ്? ഐ കഴിഞ്ഞാൽ ഏതാണ്? ഓ. ഓയ്ക്കൂടെ കൂടി ഹിന്ദിയിൽ ഒറ്റ ലെറ്ററേ ഉള്ളൂ. ഓയ്ക്കൂടെ കൂടി ഹിന്ദിയിൽ ഒറ്റ ലെറ്ററേ ഉള്ളൂ. അതെങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഹിന്ദിയിൽ ഓക്കെ. നമ്മളെല്ലാവരും ആന്ന് പഠിച്ചതല്ലേ? ആ എഴുതാൻ എന്താ ചെയ്തത്? 3 എഴുതി, നടുക്കുന്നൊരു 1 ഇട്ടു, നടുക്കുന്നൊരു വര ഇട്ടു, ഒരു 1 എഴുതി, ഒരു 1 കൂടെ എഴുതി, എന്നിട്ട് നമ്മൾ മേള് വരച്ചു. ഇതാണ് എന്ത്? ആ. അതിനെ നമ്മൾ ഓ അല്ലെങ്കിൽ ഓ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇപ്പൊ ഐ എഴുതിയ പോലെ തന്നെ ഇവിടെ മുകളിൽ ഒരു വരയിട്ട് കൊടുക്കുക. കണ്ടോ? ഇപ്പൊ ഇതെന്തായി? ഓ അല്ലെങ്കിൽ ഓ. ഒന്നുകൂടെ എഴുതി നോക്കാം. 3 എഴുതി, ഇവിടെ ഒരു വരയിട്ടു, 1 എഴുതി, ഒരു 1 കൂടി എഴുതി, ഹിന്ദി ലെറ്ററാണ്ട് മേളിൽ വരച്ചു, എന്നിട്ട് എന്ത് ചെയ്യണം? മേളിലൊരു വരയിട്ട് കൊടുക്കുക. ഇപ്പൊ ഇതെന്തായി? ഓ അല്ലെങ്കിൽ ഓ. മനസ്സിലായി എല്ലാവർക്കും? ഇനി അടുത്ത ലെറ്റർ ഏതാണ്? ഔ. ഇതാണ് മലയാളത്തിലെ ഔ. അത് നമ്മൾ ഹിന്ദിയിലേക്ക് എഴുതുന്നത് എങ്ങനെയാണ്? ഇതുപോലെ തന്നെ നമ്മൾ ഓ എഴുതുക. അപ്പൊ എങ്ങനെയാണ്? 3 എഴുതി, നടുക്കുന്ന ഒരു വരയിട്ടു, ഒരു 1 കൂടി എഴുതി, ഒരു 1 കൂടി എഴുതി, മേള് വരച്ചു, എന്നിട്ട് എന്ത് ചെയ്യണം? ഔ ആയിട്ട് നമ്മൾ ഓയ്ക്ക് നമ്മൾ ഒരു വര കൊടുത്തു. ഔ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 വര മേളിലിടുക. 2 വര മേളിലിടുക. ഔ ആയി. പിടികിട്ടിയോ? ഒന്നുകൂടെ എഴുതി നോക്കാം. 3 എഴുതി, നടുക്കുന്നൊരു വരയിട്ടു, 1 എഴുതി, ഒരു 1 കൂടി എഴുതി, മേള് വരച്ചു, മേളിൽ 2 വരയിടുക. അപ്പൊ ഇതെന്തായി? ഔ. എല്ലാവർക്കും പിടികിട്ടിയോ? ഔ. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? എ, ഐ,
ഓ ഓ ഔ. ഇനി അടുത്ത ലെറ്റർ ഏതാണ്? അം. ഇതാണ് മലയാളത്തിലെ അം. ഇത് നമ്മൾ ഹിന്ദിയിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ആ എഴുതുക. ആ എഴുതാൻ എല്ലാവർക്കും അറിയാലോ. 3 എഴുതി, നടുക്കുന്ന ഒരു വരയിട്ടു, 1 എഴുതി. ഇതെന്തായി? ആ അല്ലേ? ഹിന്ദി ലെറ്റർ നമ്മൾ മേള് വരച്ചു. ഇതിപ്പോ എന്താണ്? ആ. നമ്മൾ ഇതിനെ എന്താക്കണം? അമ്മാക്കണം. അപ്പൊ അമ്മിന് ഇതിവിടെ ആ എഴുതിയിട്ടൊരു 0 വന്നില്ലേ? ഇത് നമ്മൾ ഇതേപോലെ ഹിന്ദി ലെറ്റർ ആകുമ്പോൾ ഈ മേളില് ഒരു 0 ഇട്ട് കൊടുക്കുക. ഇതാണ് അം. എന്ത് ചെയ്തു? 3 എഴുതി, നടുക്കുന്ന ഒരു വരയിട്ടു, 1 എഴുതി, മേള് വരച്ചു, ഒരു 0 ഇട്ട് കൊടുത്തു. ഇതെന്തായി? അം. എല്ലാവർക്കും പിടികിട്ടിയില്ലേ? ഇനി അടുത്താണ് നമ്മൾ ലാസ്റ്റത്തെ ആയ അല്ലേ? ലാസ്റ്റത്തെ ആയ. അപ്പൊ നമുക്ക് ആദ്യം മലയാളം ലെറ്റർ എഴുതാം. എങ്ങനെയാണ്? ആ എഴുതി, 2 0 അല്ലേ? ഇതാണ് ലാസ്റ്റത്തെ ആയ. അപ്പൊ അത് ഹിന്ദിയിലേക്ക് എഴുതാൻ വേണ്ടി എന്താണ്? നമ്മൾ ഈ ആ തന്നെ എഴുതുക. 3 എഴുതി, നടുക്കുന്ന വരയിട്ടു, 1 എഴുതി, മേള് വരച്ചു. ഇതേപോലെ തന്നെ 2 കുത്ത് ഇട്ട് കൊടുക്കുക. ആ വീഡിയോ 3 എഴുതി, നടുക്കുന്ന വരച്ചു, 1 എഴുതി, മേള് വരച്ചു, 2 0 ഇട്ട് കൊടുക്കുക കുത്ത്. അപ്പൊ എന്തായി? ആ. എല്ലാവർക്കും പിടി കിട്ടിയോ? അപ്പൊ ഏതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ച ലെറ്റേഴ്സ്? എ എ ഐ, ഓ ഓ ഔ അം ആ. അപ്പൊ ഹിന്ദി ലെറ്ററിന് എയ്ക്കും ഐക്കൂടെ കൂടി ഒറ്റ ലെറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ ഓയ്ക്കും ഓയ്ക്കൂടെ കൂടി ഒറ്റ ലെറ്ററേ ഉള്ളൂ. അങ്ങനെ ഹിന്ദി സ്വരാക്ഷരങ്ങൾ മൊത്തത്തിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 13 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. മലയാളത്തില് 15 ലെറ്റേഴ്സ് ആണ് സ്വരാക്ഷരങ്ങൾ ഉള്ളത്. എന്നാൽ ഹിന്ദിയിൽ 13 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ എല്ലാവരും ഇത് വീട്ടിലിരുന്ന് എഴുതി നോക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്ത ക്ലാസ് വ്യഞ്ജനാക്ഷരങ്ങൾ, അതിനുശേഷം നമ്മൾ സ്വരാക്ഷരങ്ങളും ചിഹ്നങ്ങളും, അങ്ങനെ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ച് കൂടുതൽ പഠിച്ച് ഹിന്ദി എഴുതാനും വായിക്കാനുമുള്ള രീതിയിൽ നമുക്ക് പഠിക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.